നമസ്കാരം. എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ്. ചിത്രം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 20-21 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു സമയത്തും ഈ ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കണക്കുകൾ പറയുന്നതിൽ അർത്ഥമുണ്ട് എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇപ്പോഴും ഈ വീഡിയോ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും 21 ദിവസം കഴിഞ്ഞ ഈ ഒരു ചിത്രത്തിന് ഇപ്പോഴും തരക്കേടില്ലാത്ത എന്ന് തന്നെ പറയാവുന്ന രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള കളക്ഷൻ മാത്രമാണ് കിട്ടുന്നത്. 19 ദിവസം വരെയുള്ള വേൾഡ് വൈഡ് കളക്ഷൻ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. അത് ആദ്യമേ തന്നെ പറയാം. 102,50 ലക്ഷം രൂപയാണ് 19 ദിവസം കൊണ്ട് ലോകം മൊത്തമായിട്ട് ചിത്രം കളക്ഷൻ നേടിയത്. ഇന്ത്യക്കകത്ത് നിന്ന് 21 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് 67.44 കോടി രൂപയും ചിത്രത്തിന്റെ കളക്ഷനായിട്ട് വന്നിട്ടുണ്ട്. മാത്രവുമല്ല OTT സാറ്റലൈറ്റ് ബിസിനസ്സുകളും നടന്നിട്ടുണ്ട്. അതും വലിയ വലിയ തുകയ്ക്കാണ് വിട്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ വേൾഡ് വൈഡ് കളക്ഷൻ പറഞ്ഞിട്ടുണ്ട്. 102.50 19 ദിവസം കൊണ്ട് 20-21 ദിവസത്തെ കണക്കുകൾ ലഭ്യമല്ല അതിനെ പറ്റിയുള്ളത്. ഇന്ത്യക്കകത്ത് നിന്ന് 20 ദിവസം കൊണ്ട് 67.44 67.5 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചിത്രത്തിന്റെ മൊത്തത്തിലുള്ള കണക്കുകളിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീക്കിൽ ചിത്രം 41.10 കോടി, അതായത് 41.10 കോടി രൂപയാണ് ഇന്ത്യക്കകത്ത് നിന്ന് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചത്. തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് ആദ്യ ആഴ്ചയിൽ 25.33 കോടി രൂപയും മലയാളത്തിൽ നിന്ന് 11 കോടിയും നേടിയെടുക്കാൻ ആദ്യ വാരം ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. രണ്ടാം വാരം 19.15 കോടി രൂപയാണ് ചിത്രത്തിന് ഇന്ത്യക്കകത്ത് നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചത്. അതിൽ തെലുങ്കിന് 8.63 കോടി രൂപ തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ മലയാളത്തിൽ നിന്ന് രണ്ടാം വാരം 4.70 കോടി രൂപയും നേടിയെടുത്തു. അതൊരു വലിയ സംഖ്യ തന്നെയാണ്. കാരണം ഇതിനു മുമ്പ് ദുൽഖർ സൽമാന്റെ മറ്റ് ഭാഷകളിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന് റിലീസ് ചെയ്ത സിനിമകൾക്ക് ഒന്നും തന്നെ 5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിക്കാതിരുന്ന സമയത്താണ് ഈ ഒരു തെലുങ്ക് ചിത്രത്തിന് രണ്ടാം വാരം 4.70 കോടി രൂപ നേടിയെടുത്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഓർക്കുക. അതായത് കേരളത്തിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ട് തന്നെ ഏകദേശം 15.70 കോടി രൂപയോളം നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഇനി 16-ാം ദിവസത്തെ, അതായത് മൂന്നാമത്തെ ആഴ്ച തുടങ്ങുന്ന 16-ാം ദിവസം വെള്ളിയാഴ്ചത്തെ കണക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 1.10 കോടി രൂപ ഇന്ത്യക്കകത്ത് നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു. ഇന്ത്യക്കകത്ത് എന്നുള്ളൊരു വാക്ക് ഞാൻ ഇവിടെ ഉപേക്ഷിക്കുകയാണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തെലുങ്കിലും തമിഴിലും മലയാളത്തിലും മാത്രമാണ് ഇപ്പോൾ പടം ഓടുന്നതായിട്ടുള്ള ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് 16-ാം ദിവസം 50 ലക്ഷം രൂപ ലഭിച്ചു എന്നുള്ള കണക്കുകൾ ലഭ്യമാണ്. തമിഴ്നാട്ടിൽ നിന്ന് 30 ലക്ഷം രൂപ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചപ്പോൾ മലയാളത്തിൽ നിന്നും 30 ലക്ഷം രൂപ നേടിയെടുക്കാൻ 16-ാം ദിവസമായിട്ടുള്ള കഴിഞ്ഞ വെള്ളിയാഴ്ച സിനിമയ്ക്ക് സാധിച്ചു. 16-ാം ദിവസം വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കങ്കുവ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തതിന്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ കങ്കുവ പരാജയമോ വിജയമോ എന്തും ആയിക്കോട്ടെ, പക്ഷെ തമിഴ്നാട്ടിൽ വലിയ ഒരു ഓളം സൃഷ്ടിക്കാനുള്ള തീർച്ചയായിട്ടും ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടാവും. എന്നിട്ട് പോലും ഈ ചിത്രത്തിന് 30 ലക്ഷം രൂപ തമിഴ്നാട്ടിൽ നിന്നും 30 ലക്ഷം രൂപ കേരളത്തിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചു. കേരളത്തിലും ഈ ചിത്രത്തിന് നല്ല രീതിയിലുള്ള ഒരു ഹൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കങ്കുവയ്ക്ക്. തെലുങ്കിലും ഇതേപോലെ തന്നെ ഹൈപ്പുണ്ട് കങ്കുവയ്ക്ക്. എന്നിട്ടും ഈ ഒരു സിനിമയ്ക്ക് ഈ 3 സ്റ്റേറ്റുകളിൽ നിന്ന് മാത്രമായിട്ട് 1.10 കോടി രൂപ നേടിയെടുക്കാൻ 16-ാം ദിവസം സാധിച്ചു, വെള്ളിയാഴ്ച സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് തന്നെ കണക്ക് കൂട്ടേണ്ടതാണ്. 17-ാം ദിവസമായിട്ടുള്ള ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ കളക്ഷൻ വീണ്ടും കൂടുന്നത് കാണാൻ സാധിക്കും. 2 കോടി രൂപയായിട്ടാണ് കളക്ഷൻ ഉയരുന്നത്. 17-ാം ദിവസം 100 കോടി കഴിഞ്ഞ സമയത്താണ് ഈ പറയുന്നത്. 2 കോടി രൂപ കളക്ഷൻ നേടുന്നു. തെലുങ്കിൽ നിന്ന് മാത്രമായിട്ട് 90 ലക്ഷം രൂപ 17-ാം ദിവസം ശനിയാഴ്ച സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. തമിഴിൽ നിന്ന് മാത്രമായിട്ട് 60 ലക്ഷം രൂപ ശനിയാഴ്ച നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്ന് മാത്രമായിട്ട് 50 ലക്ഷം രൂപയും ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചു. വെറുതെ ഒന്ന് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഇതേ ശനിയാഴ്ച കങ്കുവ ഓൾ ഇന്ത്യയിൽ നിന്ന് നേടിയത് 9.85 കോടി രൂപയാണെന്ന് ഓർക്കുക. 350 കോടി മുടക്കുമുതലുണ്ട് എന്ന് അവകാശപ്പെട്ടു വന്ന കങ്കുവ ശനിയാഴ്ച 9.85 കോടി രൂപ നേടിയപ്പോൾ പടം റിലീസ് കഴിഞ്ഞ് 17-ാം ദിവസം ലക്കി ഭാസ്കർ 2 കോടി രൂപ നേടുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പോലും 60 ലക്ഷം രൂപ നേടിയെടുക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഇനി 18-ാം ദിവസമായിട്ടുള്ള മൂന്നാമത്തെ ഞായറാഴ്ച, സിനിമ റിലീസ് ചെയ്തിട്ട് മൂന്നാമത്തെ ഞായറാഴ്ച സിനിമയ്ക്ക് 2.35 കോടി രൂപയിലേക്ക് കളക്ഷൻ ഉയരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തെലുങ്കിൽ വീണ്ടും 1 കോടിക്ക് മുകളിലേക്ക് കളക്ഷൻ വരുന്നു. 1.10 കോടി രൂപ ഈ ഞായറാഴ്ച സിനിമ തെലുങ്കിൽ നിന്ന് നേടിയപ്പോൾ 65 ലക്ഷം രൂപ തമിഴിൽ നിന്ന് ചിത്രം നേടുന്നു. 60 ലക്ഷം രൂപ കേരള
ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം നേടുന്നുണ്ട്. ഈ ഞായറാഴ്ച 10,25,00,000 രൂപയാണ് കങ്കുവ ഓൾ ഇന്ത്യയിൽ നിന്ന് നേടിയത്. ഇന്ത്യക്കകത്ത് നിന്ന് പൂർണ്ണമായിട്ടുമുള്ള കണക്കാണ്. മലയാളത്തിൽ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട്, തെലുങ്കിൽ നിന്നും നല്ല രീതിയിലുള്ള കളക്ഷൻ വരുന്നുണ്ട്. അതെല്ലാം കൂട്ടിയിട്ടാണ് ഈ 10,25,00,000 രൂപ കങ്കുവ 4ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച നേടുന്നത്. അവിടെയാണ് 18ാം ദിവസമായിട്ടുള്ള ഞായറാഴ്ച 2,35,00,000 രൂപയുമായിട്ട് തല ഉയർത്തി തന്നെ ലക്കി ഭാസ്കർ നിൽക്കുന്നത് എന്നുള്ളത് മറക്കാതിരിക്കുക. തിങ്കളാഴ്ചത്തേക്ക് വരുന്ന സമയത്ത് കളക്ഷൻ വലിയ കാര്യമായിട്ടുള്ള ഇടിവ് സംഭവിക്കുന്നുണ്ട്, സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നിട്ട് പോലും 80 ലക്ഷം രൂപ ചിത്രത്തിന് തിങ്കളാഴ്ച നേടിയെടുക്കാൻ സാധിച്ചു. തെലുങ്കിൽ നിന്ന് 35 ലക്ഷം രൂപയും തമിഴിൽ നിന്ന് 25 ലക്ഷം രൂപയും മലയാളത്തിൽ നിന്ന് 20 ലക്ഷം രൂപയും നേടിയെടുക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ചൊവ്വാഴ്ചയിലേക്ക് വരുന്ന സമയത്ത് വീണ്ടും കളക്ഷൻ കുറയുന്നത് കാണാം. 70 ലക്ഷം രൂപയായിട്ട് കളക്ഷൻ കുറയുന്നുണ്ട്. അവിടെയും തെലുങ്ക് 30 ലക്ഷം രൂപ തന്നെയായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട്. തമിഴ്നാട്ടിൽ 23 ലക്ഷം രൂപയായിട്ട് കളക്ഷൻ നിൽക്കുന്നുണ്ട്. മലയാളത്തിൽ 17 ലക്ഷം രൂപയായിട്ട് കളക്ഷൻ നിൽക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിലെ ഓൾ ഇന്ത്യ കണക്ക് നമ്മുടെ കങ്കുവയെ കുറിച്ചുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് പറയുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. എന്ത് തന്നെയായാലും ഇത്രയും ദിവസം 20 ദിവസം കൊണ്ട് ഇന്ത്യക്കകത്ത് നിന്ന് 67,44,00,000 രൂപ നേടിയെടുത്ത സിനിമ വേൾഡ് വൈഡ് ആയിട്ട് 102,50,00,000 രൂപയും നേടിയെടുത്തിട്ടുണ്ട്. ഇവിടെ ഇന്നലെ പുറത്തു വന്നൊരു വാർത്തയാണ് നെറ്റ്ഫ്ലിക്സ് ചിത്രത്തിന്റെ OTT അവകാശം നേടിയെടുത്തു എന്നുള്ളത്. 30 കോടി രൂപയ്ക്കാണ് ചിത്രത്തിന്റെ OTT അവകാശം പോയിരിക്കുന്നത് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. നെറ്റ്ഫ്ലിക്സ് എടുക്കുമ്പോൾ അവര് OTT മാത്രമാണ് എടുക്കുന്നത്. പല ചാനലുകളിലും, അതായത് OTT പ്ലാറ്റ്ഫോമുകളിലും OTTയും സാറ്റലൈറ്റും ഒരുമിച്ചെടുക്കാറുണ്ട്. പക്ഷെ ഇവിടെ OTT മാത്രമാണ് പോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാറ്റലൈറ്റിന്റെ ഡീലിംഗ് വേറെ ആയിരിക്കും. സാറ്റലൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ഹിറ്റായി മാറിയ സിനിമ, അതും പ്രത്യേകിച്ച് 3 ഭാഷകളിൽ ഹിറ്റായി മാറിയ സിനിമ ഒരുപക്ഷെ ഈ പറഞ്ഞ മാതിരിയുള്ള സൂര്യ ചാനലിന്റെ സൺ പിക്ചേഴ്സ് വല്ലതും ഒക്കെ ആയിരിക്കും എടുക്കാൻ സാധ്യത. കാരണം അവരെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ ഭാഷകളിലും അവർക്ക് ചാനലുകളുണ്ട്. അവിടെയെല്ലാം ഇവർക്ക് മൊഴിമാറ്റി പ്രദർശിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അവർക്കതൊരു വലിയ ലാഭമായി മാറുകയും ചെയ്യും. എന്ത് തന്നെയാലും ഈ ഒരു സിനിമയുടെ സാറ്റലൈറ്റിന്റെ ഡീലിംഗിനെ കുറിച്ച് ഒന്നും തന്നെ അറിയത്തില്ല. എന്നിരുന്നാലും ഈ 30 കോടിക്ക് താഴെയായിരിക്കും കണക്ക് എന്നുള്ളൊരു കാര്യം ഉറപ്പിക്കാം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പോലും മിനിമം ഒരു 20 കോടി രൂപയെങ്കിലും ഈ ഒരു സാറ്റലൈറ്റ് ഡീലിംഗിലൂടെ നേടിയെടുക്കാൻ ചിത്രത്തിന് സാധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിസിനസ് 150 കോടിക്ക് മുകളിൽ പോകും എന്നുള്ളൊരു കാര്യം ഓർക്കുക. കാരണം 102,50,00,000 രൂപയാണ് തിയേറ്റർ കളക്ഷൻ മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. അപ്പോൾ ഈ OTTയുടെയും സാറ്റലൈറ്റിന്റെയും കൂടി കൂട്ടുന്നതോടുകൂടി തന്നെ വലിയ ഒരു സംഖ്യയായിട്ട് 150 എന്ന് പറയുന്ന ഒരു സംഖ്യയായിട്ട് ഉയരുകയും ചെയ്യും. മാത്രവുമല്ല, ഈ ഒരു ചിത്രത്തിന്റെ വിജയത്തോടു കൂടി തന്നെ ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന പാൻ ഇന്ത്യൻ എന്നുള്ളൊരു വാക്ക് നമുക്ക് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ പോലും പാൻ സൗത്ത് ഇന്ത്യൻ ലെവലിൽ അദ്ദേഹം വലിയ ഒരു താരമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതോടുകൂടി തന്നെ ആ ലെവലിലുള്ള ബഡ്ജറ്റ് മുടക്കി ആ ലെവലിലുള്ള ഒരു സിനിമ അദ്ദേഹത്തിന് ഏത് ഭാഷയിൽ പിടിച്ചാലും സൗത്ത് ഇന്ത്യയിൽ തരംഗം സൃഷ്ടിക്കാൻ സാധിക്കും എന്നുള്ളൊരു കാര്യം ഇതോടുകൂടി പ്രൊഡ്യൂസർമാർക്കും സംവിധായകർക്കും മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനിയും ദുൽഖറിൽ നിന്ന് ഇതുപോലെയുള്ള പാൻ ഇന്ത്യൻ ലെവലിലുള്ള മൂവീസ് നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ വിജയങ്ങൾ തുടരട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.